റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൽ തിരുവനന്തപുരത്ത് പതാക ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ തലസ്ഥാനത്ത് എങ്ങനെയായിരുന്നു ചടങ്ങുകൾ? ഫിജി രാവിലെ 8:50 തലസ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക റിപ്പബ്ലിക് ദിന ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത്. 8:50 മുഖ്യമന്ത്രിയും പിന്നാലെ ഗവർണറും എത്തി. 9 മണിയോടുകൂടി പതാക ഉയർത്തുന്ന ചടങ്ങ് അരങ്ങേറി. അതോടെ ഈ പതാക ഉയർത്തിയതോടുകൂടിയാണ് സംസ്ഥാനത്തിന്റെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക്, റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് ഔദ്യോഗികമായ തുടക്കമായത്. പിന്നീട് ഗവർണർ വിവിധ പ്ലറ്റൂണുകളുടെ പരേഡ് അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം മാർച്ച് പാസ്റ്റായി ഈ പ്ലറ്റൂണുകളെല്ലാം വന്ന് ആ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം ഉണ്ടായിരുന്നത്. അത് മലയാളത്തിലാണ് മുഴുവൻ ആളുകൾക്കും അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത്, റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രസക്തമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ ചില വിഷയങ്ങൾ, അതായത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം കേരളത്തെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ അനധികൃതമായ, അതായത് വിദ്യാഭ്യാസ മേഖലയിലടക്കം അനധികൃതമായ ചില കൈകടത്തലുകൾ ഉണ്ടാകുന്നു. ഇത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എണ്ണി പറയുകയും ചെയ്തു. വികസന നേട്ടങ്ങൾ ഈ ഗഗൻയാൻ അടക്കം വിവിധ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സേനയായി അല്ലെങ്കിൽ വലിയ സൈനിക ശക്തിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നേരത്തെ ജി ശങ്കരക്കുറുപ്പ് സ്വപ്നം കണ്ടിരുന്ന രാജ്യത്തിന്റെ വാക്കുകൾക്ക് ലോകമൊന്നടക്കം കാതോർക്കുന്ന ഒരു ദിനം വരും എന്ന് ജി ശങ്കരക്കുറുപ്പ് അന്ന് പറഞ്ഞത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ കാലത്ത് രാജ്യത്തിന്റെ ശബ്ദം കേൾക്കാൻ ലോകമൊന്നടങ്കം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം കുതിക്കുന്നു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് ചില ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ വരരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കുറ്റപ്പെടുത്തൽ എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞു പോവുകയും ചെയ്തു. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ചില വികസന നേട്ടങ്ങളെല്ലാം തന്നെ, അതായത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ടൂറിസം രംഗത്തും എല്ലാം തന്നെ സംസ്ഥാനം കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങളുണ്ട്. അവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 8:50 മുഖ്യമന്ത്രി ഈ പരേഡ് ഗ്രൗണ്ടിൽ എത്തി. അത് പിന്നാലെ തന്നെ ഗവർണറും എത്തി. ഇപ്പോൾ 1 മണിക്കൂറിലധികം നേരം അവർ ഒരുമിച്ച് ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ പരേഡ് ഗ്രൗണ്ടിൽ. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും പരസ്പരം നോക്കാനോ ഹസ്തദാനം നൽകാനോ അല്ലെങ്കിൽ കൈകൂപ്പാനോ എന്തെങ്കിലും സംസാരിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. 1 മണിക്കൂർ ഒരുമിച്ചിരുന്നിട്ട് പോലും പരസ്പരം നോക്കുകയോ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല മുഖ്യമന്ത്രിയും ഗവർണറും എന്നുള്ളതാണ്. ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരികെ പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കുമായി ഒന്ന് കൈകൂപ്പിയതിനു ശേഷം ഗവർണർ നടന്ന് നീങ്ങിപ്പോയത് എന്നുള്ളതാണ്. ആ നിലയിൽ ഈ സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഈ ഒരു വിഷയം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മണിക്കൂറുകൾ ഒരുമിച്ചിരുന്നിട്ട് പോലും പരസ്പരം മുഖത്ത് നോക്കാനോ ചിരിക്കാനോ സംസാരിക്കാനോ ഭരണത്തലവനും ഗവർണറും ഒക്കെ തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച്. ആ നിലയിൽ കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡും ഈ ചടങ്ങും ഈ റിപ്പബ്ലിക് ദിന ആഘോഷവും എല്ലാം രേഖപ്പെടുത്തേണ്ടത് എന്നുകൂടിയാണ് ഈ ഒരു ചടങ്ങ് വ്യക്തമാക്കുന്നത്.